നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോലീസിനെ വെല്ലുവിളിച്ച അർജുൻ ആയങ്കിക്കെതിരെ പ്രതികരണവുമായി ക്രമസമാധാന ചുമതലയിലുള്ള ADGP പി വിജയൻ. ഒരു ഗുണ്ടയ്ക്കും വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഉണ്ടാകാൻ പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രിമിനൽ കേസിൽ അർജുൻ ആയങ്കിയെ പോലീസ് പിടികൂടിയതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ ചില റീൽസ് ഹീറോസ് ഉണ്ട്, അവരുടെയൊക്കെ ഷോ ഇതോടുകൂടി അവസാനിക്കുമെന്നും ADGP പറഞ്ഞു. വളരെ സേഫായി VPN അടക്കമുള്ള സാങ്കേതിക വിദ്യയൊക്കെ പ്രയോഗിച്ചു നോക്കി. പക്ഷേ അതിനേക്കാൾ സ്മാർട്ടായ പോലീസ് കേരളത്തിലുണ്ട്. പോലീസിനെ കുറെ വെല്ലുവിളിച്ചുവെന്നതും ഒരു പരിധി വിട്ട് വളർന്നുവെന്നതും ആയങ്കിയുടെ വെറും തോന്നൽ മാത്രമാണ്. അത് മനസ്സിലായതോടുകൂടി അയാളെ നിയമപരമായി പൂട്ടാനുള്ള എല്ലാ നടപടികളും പോലീസ് ആരംഭിച്ചിരുന്നു. അതിന്റെ പരിസമാപ്തിയാണ് ഇന്ന് പുലർച്ചെ നടന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പയടക്കം ചുമത്തുന്നത് പരിശോധിക്കും. മറ്റ് നിയമപരമായ സാധ്യതകളെല്ലാം പോലീസ് നോക്കിയിരിക്കുകയാണ്. നിലവിൽ ഇപ്പോഴത്തേതും മാത്രമല്ല വേറെയും കേസുകൾ ആയങ്കിക്കെതിരെയുണ്ട്. ആയങ്കി എന്നല്ല, ഒരു ഗുണ്ടയ്ക്കും ഇത്തരത്തിൽ പോലീസിനെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ചെയ്തത് സമൂഹത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും ADGP കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ക്രിമിനലുകളായ ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് വെച്ചുള്ള ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. പോലീസിനെ കുറെ വെല്ലുവിളിച്ചെന്നുള്ളത് അയാളുടെ ഒരു തോന്നലാണ്. പോലീസ് ആയെങ്കിൽ ഒരു പരിധി വിട്ടിട്ട് വളർന്നു അയാൾക്കൊരു തോന്നലുണ്ടെന്ന് കരുതിയത് മനസ്സിലായപ്പോൾ തന്നെ പോലീസ് അയാളെ നിയമപരമായി പൂട്ടാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു. അതിന്റെ കൺക്ലൂഷൻ ഇന്ന് പുലർച്ചയ്ക്ക് നടത്തുന്നേ ഉള്ളൂ. അല്ല, ഇതിനകത്ത് കുറച്ച് കാര്യമുണ്ട്. അദ്ദേഹം ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. ബെയിൽ പരിഗണനയിലുള്ളപ്പോൾ സാധാരണ നിലക്ക് ബഹുമാനപ്പെട്ട കോടതികളുടെ തീരുമാനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ സാധാരണ ഇടപെടാറുള്ളൂ. കോടതി കഴിഞ്ഞ ദിവസമാണ് ബെയിൽ റിജക്ട് ചെയ്തിരിക്കുന്നത്, ആന്റിസിപ്പേറ്ററി ബെയിൽ. അതിനുശേഷം പോലീസ് ആക്ട് ചെയ്ത് ആ സമയത്താണ് ഇയാള് മുങ്ങിയിരിക്കുന്നത്. അല്ല, അയാൾ ചെയ്തിരിക്കുന്ന എന്ത് കുറ്റാണെങ്കിൽ അതിനുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അത്ര പെട്ടെന്ന് ഊരി വരാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. അല്ല, ഇപ്പോഴെന്താണ് പരിവേഷം ഉണ്ടായിരിക്കുന്നത്? അതായത് അതൊക്കെ അതിനൊരു താൽക്കാലികമായിരിക്കുന്ന ഒരു ഷോ മാത്രമല്ല ഈ പോലീസിനെ വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ സമൂഹത്തിനെ വെല്ലുവിളിക്കലാണ്. പോലീസ് എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരം പോലീസിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിനെ വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നതാണ്. ഞങ്ങൾ ഇത്തരത്തില് വെല്ലുവിളിക്കുന്നതിൽ ആഹ്ലാദം കാണുകയും അതിന് പോസ്റ്റ് ലൈക്ക് ഇടുകയും കമന്റ് ഇടുകയും ഒക്കെ ചെയ്തിരിക്കുന്ന ആളുകളെയും പിന്നാലെ ഉണ്ട്. അല്ല, അയാള് ലൊക്കേഷനുകൾ പലയിടത്തു നിന്നും മാറി മാറി നടക്കുകയായിരുന്നു. പക്ഷെ അയാൾ പോകുന്ന മാറലുകളൊക്കെ ഞങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ കൃത്യമായിരിക്കുന്ന നിർദ്ദേശമുണ്ട്. ഒന്ന്, ഇയാളെ പിടിച്ചിരിക്കണം. രണ്ട്, ഇതൊരു നമ്മളുടെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനോ നിയമപരമല്ലാത്ത ഒരു രീതിയും ഫോളോ ചെയ്തത്. കൃത്യമായിരിക്കുന്ന നിയമപരമായിരിക്കുന്ന രീതികൾ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തത്.